നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നമ്മൾ കാണുന്ന ബാലേന്ദ്രനെ കാണാനായിട്ട് ശിവശങ്കരനും രാജീവനും കൂടെ എത്തുവാണ്. അങ്ങനെ സംസാരിക്കണ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു, അവരെന്താണെങ്കിലും ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവർക്ക് കിട്ടട്ടെ. ജയിലിൽ കിടക്കാനാ യോഗമെങ്കിലും അങ്ങനെ ചെയ്യട്ടെ. നമ്മൾ അവരെ കോളേജിലേക്ക് വിട്ട് പഠിക്കാൻ വേണ്ടിട്ടല്ലേ, അല്ലാതെ അവർ ചെയ്ത എന്താ? ഇതേ പിള്ളേർക്ക് കുറച്ച് സ്വാതന്ത്ര്യം കൂടിപ്പോയി. അല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇല്ല തെറ്റ്. അടിച്ചു വളർത്തേണ്ട സമയത്ത് നമ്മൾ അടിച്ചു വളർത്താത്ത കുഴപ്പം എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ശിവശങ്കരൻ പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും ബാലേന്ദ്ര, ഇന്നവരെ കോടതി ഹാജരാക്കുന്ന ദിവസമാണെന്നാ പറഞ്ഞേ. ജാമ്യം പോലും കിട്ടുമെന്ന് തോന്നുന്നില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അല്ല ശിവേട്ട, നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ചെയ്തില്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? എന്നാലും കോടതി ഹാജരാക്കുന്ന സമയത്ത് പ്രതീക്ഷയുണ്ടെന്ന് തോന്നുന്നു അവർക്ക്. ഒരുപക്ഷെ നമ്മളാരെങ്കിലും ജാമ്യത്തിലെടുക്കുമെന്ന്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. നല്ല രീതിയിൽ പോലീസുകാരെടുത്തിട്ട് പെരുമാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ പറഞ്ഞു, നമുക്ക് അവർ മക്കളായിരിക്കും, പക്ഷെ അവർക്ക് അങ്ങനെയല്ല. പോലീസുകാർക്ക് അവർ ക്രിമിനലുകളാ. കാരണം ബാക്കിയുള്ളവരോട് കാണിക്കുന്ന ദയം കാരണമൊന്നും ഈ കാര്യത്തിൽ അവർക്ക് കാണിക്കാൻ പറ്റില്ല. പീഡന കേസിലെ പ്രതികളല്ലേ, ആ രീതിയിൽ അവർ കൈകാര്യം ചെയ്യത്തോളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാജീവൻ പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവിടെ കിടന്ന് ഞാൻ ഇവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറക്കണം, അവരെ ജാമ്യത്തിലെടുക്കണമെന്ന് കരുതിയേ വന്നേ. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊന്നും അല്ല കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു. ബാലേന്ദ്രൻ പറഞ്ഞു, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ഇവിടെ കിടന്നുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഡോക്ടറോട് 1-2 വട്ടം ചോദിച്ചതാ, പക്ഷെ ഡോക്ടർ ആണെങ്കിലോ ഡിസ്ചാർജ് തരാൻ കൂട്ടാക്കുന്നില്ല എന്ന് പറഞ്ഞു. ശിവശങ്കരൻ പറഞ്ഞു, നോക്കട്ടെ, എന്താണെങ്കിലും ഇന്ന് അവരെ കോടതി ഹാജരാക്കുന്നില്ല പറഞ്ഞ്, ജാമ്യം എടുക്കാൻ വല്ല വഴിയുണ്ടോ എന്ന് ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ പറഞ്ഞു, എന്തെങ്കിലും പണത്തിൻ്റെ എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, അതെന്താണെന്ന് വെച്ചാൽ ഞാൻ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇവിടെ കിടന്നുകൊണ്ട് എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ശിവശങ്കരനും രാജീവനും കൂടെ അവിടെ നിന്ന് ഇറങ്ങണം. അവർക്കും അറിയത്തുണ്ടായിരുന്നില്ല എന്ത് ചെയ്യണമെന്ന്, എങ്ങനെ ഈ പ്രതിസന്ധി ഘട്ടത്തെ ഒന്ന് തരണം ചെയ്യുന്ന. ഈ സമയം രേവതിക്കുട്ടി അലീനയെ വിളിക്കുകയാണ്. അലീനയെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ തിരക്കുവാണ്. അപ്പോഴേക്കും അലീന പറഞ്ഞു, എനിക്കറിയില്ല മോളെ എന്ത് ചെയ്യണമെന്ന്. അച്ഛനും കൂടെ ഹോസ്പിറ്റലായിപ്പോയി. ഈ സമയത്ത് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഇന്ന് കോടതി ഹാജരാക്കുമെന്ന് അറിയാൻ കഴിഞ്ഞേ. ഒരു പക്ഷേ കോടതി ഹാജരാക്കി കഴിയുമ്പോൾ ജാമ്യം പോലും കിട്ടത്തില്ലായിരിക്കും എന്ന് പറഞ്ഞു. രേവതിക്കുട്ടി പറഞ്ഞു, അവിടെ കിടക്കട്ടെ ചേച്ചി, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കിട്ടുമല്ലോ. ദൈവം എന്ന് പറയുന്ന ഒരാൾ മുകളിലുണ്ട്. ചേച്ചി അന്ന് ഉപദ്രവിക്കാൻ ശ്രമിച്ചല്ലേ ഈ രോഹിത് ഹരിശങ്കറും ചേർന്നിട്ട്. രോഹിത്തിന് അന്ന് ചേച്ചി പറഞ്ഞു കൊടുത്തല്ലേ, എന്നാലും അവൻ്റെ സഹോദരനല്ലേ. സഹോദരൻ നാണമുണ്ട് അവന്. എത്ര വട്ടം ചേച്ചി അവന് ഉപദേശിച്ചു, എന്നിട്ട് അവൻ നേരെയായല്ലോ. കിട്ടാനുള്ളത് കിട്ടിക്കഴിയുമ്പോൾ പഠിച്ചോളും, അകത്ത് കിടക്കട്ടെ എന്ന് പറഞ്ഞു. അതൊക്കെ ശരി തന്നെയാണ് മോളെ, പക്ഷേ എങ്കിൽ നിനക്കറിയാലോ അച്ഛൻ്റെ വേദന എന്താന്ന്. പാവ അച്ഛൻ നന്നായിട്ട് സങ്കടപ്പെടുന്നുണ്ട്. അച്ഛന് ഹോസ്പിറ്റലും കൂടെ ആണല്ലോ. പിന്നെ ഇവിടുത്തെ കൃഷ്ണമോളുടെ കാര്യം ഒക്കെ അറിയാലോ. സ്കൂളിൽ പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. പുറത്തിറങ്ങിയ നാണക്കേടാ. രേവതിക്കുട്ടി പറഞ്ഞു, അതാ ഒരു വിഷമം. ഒരു പക്ഷേ ചേച്ചി അവിടെ നിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ചേച്ചിക്ക് ഇങ്ങോട്ടേക്ക് വന്നാൽ മതിയായിരുന്നു. എനിക്ക് അങ്ങോട്ടേക്ക് ഇട്ടിറങ്ങിയിട്ട് വരാൻ പറ്റുന്ന കാര്യമാണോ? ഒന്നാമത്തെ കാര്യം ഇവിടെ വേറെ ആരും ഇല്ല നോക്കാനായിട്ട് കാര്യങ്ങളൊക്കെ. പിന്നെ അത് ശരിയല്ലല്ലോ, എൻ്റെ കുടുംബമല്ലേ മോളെ ഇത്. കുടുംബമാണ് പോലും, മറ്റുള്ളവരും കൂടെ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ടേ. അവർക്ക് അങ്ങനെ ഒരു ചിന്തയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അഹങ്കാരത്തിനൊരു കുറവില്ലായിരുന്നല്ലോ ആ രോഹിത്തിനും ബബിതയ്ക്കുമൊക്കെ. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, ബബിതയുടെ കാര്യം പറയാതിരിക്കുന്ന ഭേദം. അവൾ ഇതൊന്നും ബാധിക്കുന്ന കാര്യമെല്ലാം തോന്നേ. എപ്പോഴും കഥ അടച്ചു മുറിയിലിരിക്കും. അവൾക്ക് കാമുകനായിട്ട് സൊള്ളാനായിട്ട് ആയിരിക്കും, അതുകൊണ്ടായിരിക്കും മുറിയിലിരിക്കണേന്നൊക്കെ രേവതിക്കുട്ടിയും പറയാം. എന്നാലും ഇങ്ങനെ ഒരു ജന്മത്തിന് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. എങ്ങനെ ഉണ്ടായി അതവിടെ എന്നൊക്കെ പറഞ്ഞ് രേവതിക്കുട്ടി ദേഷ്യപ്പെടുവാണ്. അലീന പറഞ്ഞു, പോട്ടെ മോളെ, ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല. എൻ്റെ കൂടെ പിന്നെ കൃഷ്ണമോളുണ്ട്. രേവതിക്കുട്ടി പറഞ്ഞു, ശരിക്കും കൃഷ്ണമോളും കൂടെ ഉള്ളതുകൊണ്ടാണ് ചേച്ചിക്ക് അവിടെ പിടിച്ചിരിക്കാൻ പറ്റുന്നതല്ലേ? അതെ, കൃഷ്ണമോളുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വരുന്നുണ്ട്. പാവത്തിന് നല്ല സങ്കടമാണ്, എപ്പോഴും ചിന്തിച്ചിരിക്കുന്ന കാണാം. ഇനിയിപ്പോൾ കൂട്ടുകാരുടെ മുഖത്തൊക്കെ നോക്കാനായിട്ട് ബുദ്ധിമുട്ടല്ലേ, കാരണം സ്വന്തം സഹോദരൻ ഇങ്ങനെ ഒരു പീഡന കേസിൽ. അത് കേട്ടപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു, അത് ശരിയാ ചേച്ചി വിഷമിക്കൊന്നും വേണ്ട, ചേച്ചി ധൈര്യമായിട്ടിരിക്കുക. അധികം വൈകാതെ തന്നെ അങ്കിൾ ഡിസ്ചാർജ് ആയിട്ട് വരും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് അലീന. ഈ സമയത്ത് പോലീസ് സ്റ്റേഷന് പുറത്ത് ആൾക്കാർ തടിച്ചുകൂടാൻ തുടങ്ങി. ഇന്നാണ് കോടതിയിലേക്ക് ഹാജരാക്കാൻ പോകുന്ന രോഹിത്തിനെ, അതുപോലെ ഹരിശങ്കറിനെയൊക്കെ. ഈ സമയത്ത് SI CA എടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറേ പുറത്ത് നല്ല ആൾക്കൂട്ടം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഹ്യൂമാരെ പുറത്തേക്ക് ഇറക്കി കൊണ്ടുപോകുന്ന സമയത്ത് എന്താണെങ്കിലും ഇവന്മാർക്കിട്ട് തലി കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് CI ആ ലോക്കപ്പിൻ്റെ അടുത്തേക്ക് നിന്നു. എടാ, നിന്നെയൊക്കെ ഇപ്പം ആ ആൾക്കാർക്ക് ഇട്ട് കൊടുക്കുക ചെയ്യണ്ടേ. നീയൊക്കെ ചെയ്ത ക്രൂരതയുടെ ഫലം അതാണ്. ശരിക്കും നീയൊക്കെ സൂചിച്ചതിൻ്റെ ആ സൂക്കേട് ഇപ്പം മാറിക്കിട്ടും. ചെയ്യട്ടടാ അങ്ങനെ. ഞങ്ങളൊന്ന് കണ്ണടച്ച് വിട്ടാൽ മതി, ഹാമാർ നിൻ്റെയൊക്കെ ദേഹത്ത് കയറി മേയും. പിന്നെ നീയൊക്കെ ജീവനോടെ ഉണ്ടാകത്തില്ല.
ഇത് കേട്ടപ്പോൾ രോഹിത് ഒന്നും മിണ്ടാതെ തല കുനിക്കുകയാണ്. രോഹിത്തിന്റെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. എന്താണ് നീ തല കുനിച്ച് നിൽക്കുന്നേ? അവന്മാരുടെ അഹങ്കാരം കണ്ടില്ലേ? ഇത്രയൊക്കെ ചെയ്ത് കൂട്ടി വെച്ചിട്ട് നല്ല കൂളായിട്ട് നിൽക്കുന്ന നിപ്പ് കണ്ടോ? നാണം ഉണ്ടാടാ. ശരിക്കും നീയൊക്കെ ചെയ്ത് പ്രവർത്തിക്ക് ചെയ്യേണ്ട അതായിരുന്നു. നിന്നെയൊക്കെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിലേ പുറത്തേക്കുന്നവന്മാരുണ്ടല്ലോ ഇടിച്ച് ശരിയാക്കും. പിന്നെ നീയൊന്നും ജീവനോടെ പോലും ഭൂമിയിൽ കാണത്തില്ല. ഇങ്ങനെയുള്ള കേസിലൊക്കെ ഇങ്ങനെയാണ് തീർപ്പ് വിധിക്കേണ്ടത്. അല്ലാതെ നിന്നെയൊക്കെ കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്താലും കുറച്ച് നാൾ കഴിയുമ്പോൾ നീയൊക്കെ പുറത്തേക്ക് ഇറങ്ങും. പിന്നെ നാടിനും വീടിനും ഭാരമായിട്ട് ജീവിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ആ സമയം ഹരിശങ്കർ ഇങ്ങനെ നോക്കണം. എന്താടാ നീ നോക്കുന്നേ? നിനക്ക് കിട്ടിയത് പോരേന്നൊക്കെ ചോദിച്ചു. മര്യാദയ്ക്ക് ഇരുന്നോണം. അറിയാലോ ഇന്ന് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുമെന്ന് ഓർത്താണ് വെറുതെയാ. നിന്നെയൊക്കെ ഇനി ജയിലിലേക്കാ പറഞ്ഞു വിടാൻ പോകുന്നത്. നീയൊക്കെ ജയിലിൽ കിടക്ക്. അവിടെ കിടന്ന് നീയൊക്കെ അനുഭവിക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു? അവരെ കൊണ്ടാനുള്ള പോലീസ് വാഹനം പുറത്ത് വരുവാണ്. നല്ല പ്രൊട്ടക്ഷനോട് കൂടിയിട്ടൊരു വാഹനമാണ്. പിന്നീട് SI പോയി ജയിൽ തുറക്കുവാണ്. പിന്നീട് SI പോയി സെല്ല് തുറക്കുവാണ്. സെല്ല് തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും ഹരിശങ്കറും ബാക്കി കൂട്ടാളികളും പുറത്തേക്ക് ഇറങ്ങി. പക്ഷെ രോഹിത് മാത്രം ഇറങ്ങാൻ കൂട്ടാക്കില്ല. രോഹിത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആൾക്കാരെ ഫേസ് ചെയ്യണം, നൂറ് കാര്യങ്ങൾ. അന്ന് അലീന പറഞ്ഞ കാര്യങ്ങളൊക്കെ രോഹിത്തിന് മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ വരാറുണ്ട്. അലീന തൻ്റെ അച്ഛനൊക്കെ പറഞ്ഞതാ ഹരിശങ്കറിനോടൊപ്പം കൂട്ട് വേണ്ടാന്നൊക്കെ. പക്ഷെ അന്ന് താനും കേട്ടില്ല. അപ്പം അതിന് പ്രതിഫലമാണോ ഈ കിട്ടുന്നതെന്നൊരു ചിന്തയൊക്കെയായിരുന്നു രോഹിത്തിന്റെ മനസ്സിൽ. മൊത്തത്തിലൊരു കുറ്റബോധം കാര്യങ്ങളായിരുന്നു. അങ്ങനെ രോഹിത് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് CH എന്താടാ നിനക്ക് ഇറങ്ങാൻ മേലെ ഇങ്ങോട്ട്? നിന്റെ കാലവിടെ വേരറച്ചു പോയെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ്. ഇനിയിപ്പോൾ തമ്പുരാനെ ആനയിക്കണിരിക്കും, ഇങ്ങോട്ടേക്ക് ഇറങ്ങടാന്ന് പറഞ്ഞുകൊണ്ടൊരു ചീത്തയായിരുന്നു. രോഹിത് പതുക്കെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ്. നടക്കടാ അങ്ങോട്ട്. നിന്നെയൊക്കെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ പുറത്തേക്കുന്ന ആൾക്കാർ ശരിയാക്കുമെന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ പോലീസായി പോയില്ലേ, പ്രൊട്ടക്ഷൻ തന്നല്ലേ മതിയാവുള്ളൂ. ഞങ്ങളുടെയൊക്കെ ഒരു ഗതികേട്. എൻ്റെയൊക്കെ പെൺകൊച്ചിനെ നീയൊക്കെ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നിന്നെയൊക്കെ പിന്നെ ഭൂമിക്ക് മീതം വെച്ചേക്കില്ലായിരുന്നു പറഞ്ഞു. അങ്ങനെ അവന്മാരെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങണം. അപ്പോഴേക്കും ആൾക്കാരെല്ലാം കൂടെ ഒച്ചപ്പാടും ബഹളവുമായിട്ട് പാഞ്ഞു വരുവാണ് അങ്ങോട്ട്. ഒരു വിധത്തിലാണ് അവരെ ഉന്തിത്തള്ളി പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്നത്. ആ സമയത്ത് ശിവശങ്കരനും അതുപോലെ തന്നെ രാജീവിനും കൂടെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവർ കണ്ട് ഈ കാഴ്ചകളൊക്കെ സഹിക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനത്തെ കാര്യങ്ങൾ ഈ TVക്കകത്ത് കണ്ടുള്ളൂ. ഇപ്പം അതുപോലെ മക്കളെ കൊണ്ടുപോകുന്നു. അതൊക്കെ സഹിക്കാൻ പറ്റുമോ? ഏതൊരച്ഛനാ സഹിക്കാൻ പറ്റുന്നത്? ഒരിക്കലും കാണാൻ പാടില്ലാത്ത കാഴ്ചകളല്ലേ കണ്ടത്. സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. ഈ കാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും രാജീവിനോട് ശിവശങ്കരൻ പറഞ്ഞു, കണ്ടില്ലടാ രാജീവ, കൊണ്ടുപോകുന്നു കണ്ടില്ലേ? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. രാജീവൻ പറഞ്ഞു, ശിവേട്ടൻ ഇങ്ങനെ തളർന്നു പോവല്ലേ, അവരെ പുറത്തിറക്കണ്ടേ? എങ്ങനെ പുറത്തിറക്കുമെന്ന് പറഞ്ഞേ. വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടെങ്കിലും ജാമ്യം പോലും കിട്ടത്തില്ലെന്നല്ലേ പറഞ്ഞത്. ഇനി ആ പെങ്കൊച്ച് മൊഴി മാറ്റി പറയുകയാണെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ. പക്ഷെ എന്നാലും അവൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഈ കേസിന് ബലം കൂടത്തുള്ളെന്ന് പറഞ്ഞു. നമുക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവരെയും കൊണ്ട് പോലീസ് ജീപ്പ് അങ്ങോട്ട് പോകുമ്പോഴത്തേനും ആൾക്കാരൊക്കെ ആക്രോശിച്ച് പിന്നാലെ ഓടുവാണ്. ഈ സമയത്ത് ശിവശങ്കരൻ രാജീവിനോട് പറഞ്ഞു, രാജീവൻ നമുക്കും കോടതിയിലേക്ക് പോയാലോ എന്ന് ചോദിച്ചു. ജാമ്യം കിട്ടുമല്ലോ ഒന്നും അറിയത്തില്ല എന്ന് പറയാണ്. അങ്ങനെ അവരും കൂടെ കോടതിയിലേക്ക് പോവാണ്. ഒടുവിൽ കോടതി മുറ്റത്തേക്ക് വാഹനം ചെന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും കുറേ ആൾക്കാർ അവിടെയും കാത്തു ഇരിക്കുന്നുണ്ടായിരുന്നു ഇവരെ കാണാനായിട്ട്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത്, കൈവിലങ്ങ് വെച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആൾക്കാരൊക്കെ അവിടെ കിടന്ന് ആക്രോശിക്കുകയാണ്. ഇറക്കി വിടറാന്നും പറഞ്ഞുകൊണ്ട്, ഇന്ന് ഇവരെ കൈകാര്യം ചെയ്തിട്ടുള്ളതെന്നും പറഞ്ഞുകൊണ്ട്. ആൾക്കാർ വയലൻ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നല്ല പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവർക്ക്. എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് പണി കിട്ടുന്ന കാര്യമാണല്ലോ. അങ്ങനെ കോടതിയിലേക്ക് അങ്ങോട്ട് കോടതി മുറിയിലേക്ക് കയറ്റിക്കൊണ്ട് പോവാണ്. ഈ സമയം രോഹിത്തിനൊന്നും തല ഉയർത്തി പിടിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ന്യൂസുകാരും ഒക്കെ ഉണ്ടായിരുന്നു. മാധ്യമങ്ങളെല്ലാം അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശിവശങ്കരനും രാജീവനും തകർന്നു പോയി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. കോടതിക്കകത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ജാമ്യം കിട്ടിയില്ല, അവരെ ജയിലിലേക്ക് പറഞ്ഞു വിടുക എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തെ അങ്ങനെ ആ ഒരു സമയത്തെ നേരിടാനായിട്ട് പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇവരുടെ കേസ് വിളിക്കുകയാണ്. അങ്ങനെ കേസ് വിളിച്ചു കഴിഞ്ഞപ്പം പബ്ലിക് പ്രോസിക്യൂട്ടർ വന്ന് വാദിക്കുന്നുണ്ട്. ഒടുവിൽ ശിവശങ്കരനും രാജുവിനും ഏർപ്പാടാക്കിയ വക്കീലും വാദിച്ചു. പക്ഷേ എങ്കിൽ അവർക്ക് ജാമ്യം കിട്ടിയില്ല. അവരുടെ ജാമ്യം നിരസിച്ചു. കാരണം ഇനിയിപ്പോൾ പോലീസ് കസ്റ്റഡി കിട്ടണം. ഇത്രയും ദിവസം കുറച്ച് തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ നടത്തിയല്ലോ, അതുകൊണ്ട് റിമാൻഡ് വിടുവാണ് അവരെ. അതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഹരിശങ്കറിന് ഭയങ്കര ടെൻഷനായി. ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, തൻ്റെ അച്ഛൻ്റെ കയ്യിൽ പൈസ ഉണ്ടല്ലോ, രക്ഷപ്പെടുത്തുമെന്ന് ഓർത്തിട്ട്. പക്ഷെ ഇതൊന്നും കേട്ടിട്ട് രോഹിത് നിർവികാരതയോടുകൂടി നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയിൽ. ജാമ്യം കിട്ടിയിട്ടില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ശിവശങ്കരൻ അവിടെ നിന്ന് കരയുവാണ്. കാരണം ജയിലിലേക്കാണ് പോകുന്നത്. ഇത്രയും ചെറിയ പ്രായത്തിൽ ജയിലിൽ പോയി കിടക്കാന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു.
എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് രാജീവിനും അറിയത്തുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇനിയിപ്പം അവർക്ക് രക്ഷപ്പെടാൻ പറ്റണമെങ്കിൽ പെൺകുട്ടി മൊഴി മാറ്റി പറയണം. അവളങ്ങനെ മൊഴി മാറ്റി പറയുമെന്ന് അറിയത്തില്ല. അങ്ങനെ മൊഴി മാറ്റി പറയണമെങ്കിൽ അവൾക്ക് ചിലപ്പോൾ വമ്പിച്ച തുകയൊക്കെ ഓഫർ ചെയ്യുമായിരിക്കും ശിവശങ്കരനൊക്കെ. പക്ഷെ അതും കൊണ്ടൊന്നും ആവത്തില്ല. അങ്ങനെ ഓഫർ ചെയ്താലും സ്വമേധയാ കേസെടുത്ത് ഈ കേസ് മുന്നോട്ട് പോകത്തുള്ളൂ. കാരണം അത്ര പെട്ടെന്നൊന്നും ഈ കേസ് ഊരി പോരാനായിട്ട് ഹരിശങ്കറിനൊന്നും സാധിക്കില്ല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.